ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവളുടെ പേരാണ് സിന്നിനെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവളെ മാരേജ് ചെയ്ത് വേറെ ആരല്ല, നമ്മുടെ ഹീറോ ആണ് കേട്ടോ. അപ്പോൾ സിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇവളുടെ അടുത്താണ് ഇവളുടെ സിസ്റ്റർ പറയുകയാണ്, നിനക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട് നിൻ്റെ ഹസ്ബൻഡിനോട് നിന്നോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നീ ഒരു പൊടി കലർത്തിയിട്ട് വൈനിൽ കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. എങ്കിൽ മാത്രമാണ് നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ സിസ്റ്ററാണ് ഇവൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ പൊടി വാങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഇവൾക്ക് ഒരുപാട് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇവളാരും മാരേജ് ചെയ്യണില്ല. അങ്ങനെ ഫൈനലാണ് നമ്മുടെ ഹീറോ വന്ന് മാരേജ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ പൊടി എടുത്തിട്ട് വയലിലിട്ട് കലക്കുന്നുണ്ട് കേട്ടോ. കലക്കി അവിടെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോ വന്നിട്ട് ചോദിക്കുകയാണ്, വൈഫ് ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾ കുറച്ച് നെർവസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുകയാണ്, ഇന്ന് മുതൽ നീ മിസ്റ്റർ ഫൂൻ്റെ വൈഫാണ്, അതുകൊണ്ട് ഇങ്ങനെ നെർവസ് ഒന്നും ആവരുത്, എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവണം. എന്നിട്ട് ഇവൾ വിചാരിക്കുകയാണ്, അപ്പോൾ ആക്ച്വലി ഇയാൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ, ഞാനാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ വിളിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലത്തെ വൈനൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. കുടിച്ച് കഴിയുമ്പോൾ അവന് എന്തൊക്കെയോ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ അവൾ പൊടി കലർത്തിണ്ടല്ലോ. എന്നിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, ഇതിൽ നീ എന്തെങ്കിലും കലർത്തിയോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ബോധമില്ലാണ്ട് നമ്മുടെ ഹീറോയിനെ മേലേക്ക് വീഴുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവർ ആ ടൈമിൽ ഇൻറ്റിമേറ്റ് ആവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുന്ന സമയത്ത് ഇവനാണെങ്കിൽ കാല് നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവൻ പറയാണ്, എൻ്റെ കാല് വേദന നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻ്റ് അവിടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അസിസ്റ്റൻ്റ് വന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ സാറെന്ന് ചോദിക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ്, എനിക്ക് എന്തോ ഈ വൈനിൽ കളിക്കുക എന്നൊന്നും പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കാല് അനക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ അസിസ്റ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇവളെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു വൈഫിനെ വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ അസിസ്റ്റൻറ്റിൻ്റെ കൂടെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നിൻ്റെ എക്സ്പ്ലനേഷനൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ ഒരു കാട്ടിലിൻ്റെ പോലത്തെ ഒരു പ്രദേശത്ത് കൊണ്ട് അവിടെ ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ അവൻ്റെ ബോഡി ഗാർഡ്സൊക്കെ. എന്നിട്ട് അവിടെ കൊണ്ടാക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ, അവളാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തേ, നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് സിസ്റ്റർ പറയാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനോ, നീ ഒരിക്കലും ഹീറോയായിട്ട് ഒന്നിക്കാൻ പാടില്ല, അതിന് വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ സിസ്റ്ററാണ് ഞാൻ സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി സിസ്റ്റർ പ്ലാനാണ്, അതായത് ഇവളും ഹീറോയും തമ്മിൽ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഷോക്ക് ആവേണ്ട. എന്നിട്ട് ഈ സിസ്റ്ററാണെങ്കിൽ ഒരു പയ്യനെ കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും ഇവളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പറയേണ്ടി ഇവളെ റേപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഈ പയ്യൻ പറയുകയാണ്, ഇത്ര വെയിറ്റ് ഉള്ള പെണ്ണിനോ ചോദിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് 1 മില്യൺ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ നീ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. അവളൊരു പാവാണ്. എന്നിട്ട് ഈ പെണ്ണ് പറയുകയാണെങ്കിൽ നിനക്ക് ഞാൻ 1 മില്യൺ തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ വേറൊരു പ്ലേസിൽ വേറൊരു പെൺകുട്ടിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ഒരുത്തനിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇവളെന്തോ ഇങ്ങനെ മെഡിക്കൽ പരമായിട്ട് എന്തോ ഒക്കെ ചെയ്യണ കൂട്ടത്തിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, പച്ചമരുന്നൊക്കെ ഇല്ലേ. അപ്പോൾ ആ പെൺകുട്ടിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ സോളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ മേലേക്ക് ആവുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെക്ക് റേപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആര് കേൾക്കണ, എന്നിട്ട് ആ പെൺകുട്ടിയില്ലേ നേരത്തെ കാണിച്ചത്, ആ പെൺകുട്ടിയുടെ സോൾ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ ഹീറോയിൻ്റെ മേലേക്ക് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ നല്ല ആക്റ്റീവായിട്ട് ഈ ചെക്കനെ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചതും പോലെ ഈ ചെക്കനെ പിടിച്ച് എറിയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആ സിസ്റ്റർ ഉണ്ടല്ലോ, സിസ്റ്റർ ആണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവള് പറയുകയാണ്, ഇത് ഏതാണ് പ്ലേസ്, എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഈ പെൺകുട്ടിനെ എന്തായാലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കും. ഇവളാണെങ്കിൽ 5 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓരോ ഡേറ്റുകൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇവൻ എന്തായാലും നമ്മുടെ ഹീറോയിനെ ഡിവോഴ്സ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡ്രിങ്ക്സും എക്സസൈസ് കാര്യങ്ങളും അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ വെയിറ്റ് ഒരു വിധമൊക്കെ അവൾ കുറയ്ക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവനെ ചെക്ക് ചെയ്ത ഡോക്ടർ പറയുകയാണ് ഇവൻ്റെ കാല് റിക്കവർ ആവാൻ കുറച്ച് ടൈം പിടിക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സാഡ് ആവുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനെ ആ പൊടി കലർത്തി കൊടുത്തില്ല, അതിന് ശേഷമാണ് ഇവനിങ്ങനെ സംഭവിച്ചത്. ഇവനാണെങ്കിൽ മനസ്സിൽ അവളെ ചീത്ത പറയാണ് കേട്ടോ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ കുട്ടികൾ വളർന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരാണെങ്കിൽ ഇവരെ അമ്മേനെ കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഹീറോയിൻ
എന്ന് പറയുന്നത് അത് വെയിറ്റൊക്കെ കുറഞ്ഞ് നല്ല സ്ലിം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ അമ്മ നല്ല ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കണ്ട. അപ്പോൾ ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലോ ഇയാൾക്ക് ഹീറോയിൻ നല്ല ഗ്ലാമറാന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഡയറക്റ്റ് കണ്ടിട്ടില്ല. എന്നിട്ട് ഇയാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾക്കാണെങ്കിൽ ഡാഡി ഇല്ലല്ലോ, ഞാൻ നിങ്ങളുടെ ഡാഡിയാവെന്ന് പറഞ്ഞിട്ട് ഇയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഈ പിള്ളേർക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പിള്ളേരാണെങ്കിൽ എന്തോ ഒരു പോയിസനാണെങ്കിൽ ഇയാളെ മേലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇയാളുണ്ടല്ലോ അവിടെ ബോധം കെട്ടി വീഴുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് ഇവിടെ എന്താണെന്ന് ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ കുട്ടികൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ അയാൾ അവിടെ ബോധം കെട്ടി വീഴാണ്. അപ്പോൾ ഇവൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാവേണ്ടി ബോഡിയിൽ ബോയ്സ് വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് പറയേണ്ടത് സത്യം പറയുന്നുണ്ട്. അപ്പോൾ പിള്ളേർ സത്യം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആ ബോയ്സിനൊക്കെ റിമൂവ് ആക്കി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനെ ഫസ്റ്റ് ടൈമാണ് ഇയാൾ കാണുന്നത് കേട്ടോ. അപ്പോൾ കണ്ട മാത്രം തന്നെ ഇയാൾ പറയാണ്, നീ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ മാരേജ് ചെയ്യാന്ന് പറയുന്നത്, ഈ കുട്ടികളൊക്കെ ഞാൻ ഡാഡിന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇയാൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടികൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികൾ പറയുകയാണെങ്കിൽ ഇയാൾക്ക് കിട്ടിയതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളാണെങ്കിൽ വീണ്ടും ഇയാൾക്ക് മേലെ പോയിസ് വിതറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ കുട്ടികളെ വിളിക്കേണ്ട. അപ്പോഴേക്കും നമ്മുടെ കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെൺകുട്ടിയുടെ ആവാണെങ്കിൽ ഉണ്ടല്ലോ റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ അസിസ്റ്റൻറ്റും കൂടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ കാറാണെങ്കിൽ കുട്ടീനെ ഇടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ കാർ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെ നടക്കണേന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വണ്ടി വന്ന് ഇടിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ പെൺകുട്ടിയുടെ ആവാണ്ടല്ലോ ഈ അസിസ്റ്റൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോണ്ടല്ലോ അസിസ്റ്റൻറ്റ് വണ്ടറടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഈ പെൺകുട്ടിയുടെ അസിസ്റ്റൻറ്റ് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോനെ ആണെങ്കിൽ കുട്ടി കാണുന്ന സമയത്തുണ്ടല്ലോ ഹീറോനെ കാണാൻ നല്ല ഹാൻസം ആണല്ലോ. എന്നിട്ട് ഇവിടെ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ ഡാഡി ഇത്ര ഹാൻസം ആയിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡാഡിനെ കിട്ടിയാൽ മതി എന്നാണ് കേട്ടോ ഈ കുട്ടി ആലോചിക്കുന്നത്. ആക്ച്വലി ഇവൻ്റെ കുട്ടി തന്നെയാണ് ഇത്, പക്ഷേ കുട്ടിക്ക് അറിയില്ലല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, മോളെന്താ അവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങൾക്കാണെങ്കിൽ ഡാഡില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മമ്മി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മമ്മിയാണ് ഞങ്ങൾ എപ്പോഴും ടോർച്ചർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഡാഡീനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡാഡി ഇവിടെ എല്ലാ സിറ്റിയിലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, മമ്മി ഞങ്ങളെ എപ്പോഴും ടോർച്ചർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ ആക്ട് ചെയ്യാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഡാഡീനെ തേടി പോവാൻ സമ്മതിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ അറിയാണ്ടായിട്ട് അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങുന്നതാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക അങ്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് കുട്ടി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണമല്ലോ. അതായത് അമ്മ ഞങ്ങളെ ബുള്ളി ചെയ്യുന്നുണ്ട്, അമ്മ ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴല്ലോ നമ്മുടെ ഹീറോ ഈ കുട്ടി പറയുന്നത് തന്നെ ആലോചിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ഹീറോൻ്റെ ഫസ്റ്റ് നൈറ്റിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവന് വൈനിൽ പൊടിയൊക്കെ കലർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷമായിരിക്കും അവൻ്റെ കാലാണെങ്കിൽ പാരലൈസ്ഡായി പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ ചിന്തിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിൻ്റെ മേലെ ഇത്ര വെറുപ്പ് കേട്ടോ. അതാണ് അവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. ആക്ച്വലി അവൻ അവൾ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷെ അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇവൻ വിചാരിക്കണം ഈ കുട്ടീനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇതേ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ മോളെ ഡാഡീനെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ബ്രദേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, അവരും കൂടി കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഓക്കെ ശരി ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഇവളെ ബ്രദേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കണം. അതായത് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെ ബ്രദേഴ്സിൻ്റെ അടുത്ത് പറയാണ്, ഒരാളും ഇതുപോലെ അല്ലാണ്ട് മാറ്റി പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ആ പെൺകുട്ടിയുടെ പറഞ്ഞ പോലെ തന്നെ ഈ ആൺകുട്ടിയുടെ ആങ്ങളും സംസാരിക്കാൻ കേട്ടോ. അത് ഞങ്ങൾക്ക് ഡാഡീനെ കാരണം ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ബുള്ളി ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്കിൾ പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കും ഇതൊക്കെ സത്യം എന്ന് വിചാരിച്ചിട്ട് ഇവർ അമ്മ ഒരു ദുഷ്ടതയെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ്, മക്കൾ വിഷമിക്കൊന്നും വേണ്ട, മക്കളുടെ ഡാഡീനെ കണ്ടുപിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും മമ്മി അറിഞ്ഞ പ്രശ്നമാവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടികളും പറയും ഇല്ല എന്ന് പറയുന്നുണ്ട്, മമ്മി അറിഞ്ഞ പ്രശ്നമൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ കുട്ടികളെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവ വണ്ടിയിലിരിക്കുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പറയണം മമ്മി അറിഞ്ഞ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ മറ്റു കുട്ടി പറയണം അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും
മാനേജ് ചെയ്യാമെന്ന് പറയാം, മമ്മീൻ്റെ അടുത്ത് നമുക്ക് മൗണ്ടയിലാന്ന് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അവളാണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ തേടി ഇറങ്ങിയതായിരിക്കും ഡിവോഴ്സിന് വേണ്ടിയിട്ട്. ആ ടൈമിലായിരിക്കും കുട്ടികളെ കണ്ട് കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് ഇവൾ കാണുന്ന സമയത്ത് ഹീറോൻ്റെ കൂടെ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ഇവൾക്ക് ഇത് കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ഇത് ഏതാ കുട്ടികളെന്ന് ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ഹീറോനെ തേടി പോയ ടൈമിലാണെങ്കിൽ എനിക്ക് ഈ കുട്ടികളെ കിട്ടിയെന്ന് പറയേണ്ടി ഇവർ അമ്മയാണെങ്കിൽ ഒരു ദുഷ്ടത്തെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കഥകളും നമ്മുടെ സിസ്റ്റർ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് നാൾ കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, അല്ല ഡിവോഴ്സ് ചെയ്യണില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ അവളെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. അവളെ കൂടെ ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ പെണ്ണിൻ്റെ അടുത്ത്. ഈ പെണ്ണിന് തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് ഈ പെണ്ണിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേണം ഈ പെണ്ണിനാണെങ്കിൽ ഇവനെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനൊപ്പിച്ച പണികളാണ് ഇതൊക്കെ കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ കുട്ടികൾക്ക് കോൾ ചെയ്ത് ചോദിക്കാൻ കേട്ടോ എവിടെയാണ്. അപ്പോൾ ഈ സമയത്താണ് കുട്ടികളാണെങ്കിൽ ഉണ്ടല്ലോ ഈ പെണ്ണിനെ നോക്കാൻ കേട്ടോ. ഇവളെ ഒന്നും ഈ കുട്ടികൾക്കാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ, ആരെ സിസ്റ്റർ കേട്ടോ. ഈ കുട്ടികളാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്, മമ്മി ഞങ്ങൾ മൗണ്ടയിൽ നിന്ന് കുറച്ച് ടൈം പിടിക്കും വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഈ കുട്ടികളാണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടികളുള്ള പ്ലേസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹീറോൻ്റെ വീട്, അത് കറക്റ്റാണെങ്കിൽ അവൾ ട്രാക്ക് ചെയ്തിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുന്നുണ്ട്. ആ ഹീറോയിനെ കാണുന്ന വശം തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഫ്ലാറ്റ് ആവുന്നുണ്ട് കേട്ടോ. അവളെ കാണാൻ അത്ര സുന്ദരിയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ കുട്ടികൾ കണ്ടിട്ട് അയ്യോ മമ്മി വന്നു എന്ന് പറഞ്ഞ് ഓടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികളാണെങ്കിൽ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ഈ സിസ്റ്ററും ഹീറോയും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം അവളെ കാണാൻ അത്ര ഗ്ലാമറാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ കണ്ടിട്ട് ഹൈ നല്ല ഹാൻസമായി ഉള്ള ഫേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് എവിടെയോ സിമിലാരിറ്റി ഉള്ള പോലെ. കാരണം നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് ഹീറോയിൻ്റെ ശരീരത്തിൽ വേറൊരു പെണ്ണിൻ്റെ സോളായിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ അവൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലല്ലോ, സോൾ എക്സ്ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കുമല്ലോ, അതായത് ബോഡി മാത്രമായിരിക്കും. എന്നിട്ട് ഹീറോ ആണെങ്കിൽ ചോദിക്കേണ്ടത് നിങ്ങളുടെ പേരെന്താ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ പേര് സിന്നി എന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഇവനൊന്ന് ഷോക്ക് ആവാണ്ടിട്ട് എന്ത് സിന്നി, ഇവൻ്റെ വൈഫിൻ്റെ പേര് അത് തന്നെയാണല്ലോ. എന്നിട്ട് ചോദിക്കേണ്ടത് അപ്പോൾ നീയാണ് എൻ്റെ വൈഫ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ സിസ്റ്റർക്കും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചിന്തിക്കും എന്ത് വൈഫെന്നോ. അപ്പോഴാണ് ഇവൾക്ക് ഏകദേശം കഥകളൊക്കെ ഒന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇവൾ വിചാരിക്കും ഓ ആ പെൺകുട്ടിയുടെ ഭർത്താവ് അപ്പോൾ ഇതായിരിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളായിരിക്കും ഇവിടുന്ന് പറഞ്ഞയച്ചെന്നൊക്കെ ഇവൾ വിചാരിച്ചിട്ട് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനല്ല നിങ്ങളുടെ വൈഫ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൾ പറയണേ എൻ്റെ പേര് സീനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ വേറെ പേര് നെയിം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ തന്നെ കുട്ടികൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതാണെങ്കിൽ നമ്മുടെ ഡാഡി എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ ഒരു കുട്ടി. അപ്പം മറ്റോൻ പറയുന്നുണ്ട് ആണോ ഈ ഹാൻസമായ അങ്കിളാണോ നമ്മുടെ ഡാഡി എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ മറ്റോരും പറയാണ് ഇതാണ് നമ്മുടെ ഡാഡി എന്നുണ്ടെങ്കിൽ അടിപൊളി അതിനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കുന്നതാണ്, ഞാൻ നിങ്ങളുടെ വൈഫൊന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ എൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാന്ന് നമ്മുടെ ഹീറോയിന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അതായത് ഈ 5 കുട്ടികളെയും കൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവരെങ്ങനെ സ്കൂളിൽ വിടാനൊന്നും പൈസ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെൻറ്റി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. ടീവനും വിചാരിക്കും ഇത് സിംഗിൾ മാത്രമല്ല എന്തായാലും ഇവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയും തൽക്കാലം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുട്ടികളോടൊപ്പം തന്നെ ഇവിടെ നിന്നോന്ന് പറയട്ട. അതായത് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയേണ്ടത് ഇനി തൊട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് പ്രോമിസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികളും താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അതായത് ഇവളിവിടെ നിർത്താമെന്ന് അവൻ സമ്മതിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴല്ലോ നമ്മുടെ സിസ്റ്റർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവളെന്തിനാണ് ഇവിടെ വന്നതെന്നാണ് ഇവൾ ചിന്തിക്കണത് കേട്ടോ. ഇനി എങ്ങാനും നമ്മുടെ ഹീറോനെ വളച്ചെടുക്കുന്നതാണ് അവൾ ആലോചിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയും അസിസ്റ്റൻറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ എടുത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് പറയേ നിങ്ങൾക്കും കൂടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോയിനും ഭയങ്കര ഹാപ്പിക്ക് ആവേണ്ട കേട്ടോ. നമ്മുടെ ഹീറോയിനും അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതായത് ബ്യൂട്ടി ക്രീംസ് അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ടല്ലോ അതൊക്കെ അവൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട്. അതുപോലെ കുട്ടികളും ഒരുപാട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ആ പെണ്ണ് കണ്ടു കേട്ടോ, ആര് സിസ്റ്റർ കേട്ടോ. ഇവൾ കണ്ടു കഴിഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
ഇവളാണെങ്കിൽ ആ കുട്ടികൾക്കുണ്ടല്ലോ പോയിസും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ വന്ന് നോക്കുന്ന സമയത്ത് കുട്ടികളാണെങ്കിൽ ബോധമില്ലാണ്ട് കിടക്കണത് കണ്ട് ഇവള് ഭയങ്കരമായിട്ട് കരയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹീറോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടർ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുട്ടികൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാച്ച് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ബ്ലഡ് ഞാൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട സാറ് കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് എത്ര വേഗം ബ്ലഡൊക്കെ കിട്ടണമെന്ന് പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ ആപത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് അവൾ പറയാണ് ഈ സിസ്റ്ററുടെ ബ്ലഡ് ഗ്രൂപ്പ് അവൾക്ക് അറിയാമല്ലോ ഏതാണെന്ന്. എന്നിട്ട് അവൾ പറയാണ് ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിമാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവള് ബ്ലഡ് കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സിസ്റ്റർ പറയാണ് ഇന്ന് ഞാൻ ബ്ലഡ് കൊടുക്കാനും ഞാനൊന്നും കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കിന്ന് പറയണത് അസുഖമൊക്കെ ഉള്ളതെന്ന് പറയുന്നത്, അതുകൊണ്ട് എൻ്റെ ബ്ലഡ് എടുക്കാൻ പാടില്ലെന്ന് നമ്മുടെ ഈ സിസ്റ്റർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇല്ല നീ തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ബ്ലഡ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ പെണ്ണ് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇല്ല നീ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവളെടുത്ത് ഷാർപ്പായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവൾക്ക് നമ്മുടെ ഹീറോ പറഞ്ഞത് കൊണ്ട് തന്നെ നോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ സിസ്റ്റർ ബ്ലഡ് ആണെങ്കിൽ നമ്മൾ ഡോക്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 5 കുട്ടികൾക്കും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സിസ്റ്റർ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. സിസ്റ്റർ ആണെങ്കിൽ ആകെ പേടിച്ച് വരച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ബ്ലഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് അവരുടെ സർജറി ഒക്കെ സക്സസ് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടറാണെങ്കിൽ വന്ന് കഴിഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്തും പറയുന്നുണ്ട് കുട്ടികളിപ്പോൾ സേഫാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഒരു പ്രോബ്ലം ഒന്നുമില്ല, വാർഡിലേക്ക് മാറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് സിസ്റ്റർ ആണെങ്കിൽ ഉണ്ടല്ലോ ബ്ലഡൊക്കെ എടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ഇവളാകെ തളർന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഡോക്ടറെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ, ഇവൾക്കും കൂടി ഒരു വാർഡ് കൂടി എടുത്തേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആര് നമ്മുടെ സിസ്റ്റർ കാണിട്ട് നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ അവിടുന്ന് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡോക്ടറും പിടിച്ച് അവിടെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ലൈറ്റായിട്ട് ഇവളെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് മനസ്സിലായിട്ടുണ്ട് ഇവൾ കാരണമാണ് കുട്ടികൾ ഇങ്ങനെ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ സംസാരിക്കണം അമ്മ ഞങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അങ്കിളുടെ അടുത്താണ് താങ്ക്സ് പറയണമെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ താങ്ക്സ് അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ അവിടെ നിന്ന് പോകേണ്ട. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഗുഡ് മദറാന്ന് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ കുട്ടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാനൊരു യൂസ്ലെസ് ആയ ഫാദറാന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്ക് കുട്ടികളുണ്ടെന്ന് അറിയാം, പക്ഷേ കുട്ടികൾ ഇതുവരെ അവൻ കണ്ടെത്തിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ മനസ്സിലാലോചിക്കുകയാണ് ആക്ച്വലി ഇവൻ്റെ കുട്ടികൾ തന്നെയല്ല ഇത്, ഞാനിത് സത്യങ്ങൾ ഇനി തുറന്ന് പറഞ്ഞാലോ എന്നൊക്കെ വിളിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിക്ക് കൊടുക്കണ പാലിൽ എന്തോ പൊടി കലർത്തിയിട്ടുണ്ട് ഇവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് കുടിക്കണ വശം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഹോട്ടായിട്ടുള്ള ഫീലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഊരിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ടിവിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹായ് ഹണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ മാറുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പെണ്ണാണെങ്കിൽ കൂട്ടാക്കണ മട്ടില്ല കേട്ടോ. ഇവളാണെങ്കിൽ വീണ്ടും ക്ലോസ് ആയിട്ട് വരാൻ കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിക്കൂടെ പാസ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ കണ്ടെന്ന് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ കാണാൻ വശമുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ എന്തോ പോലെ ആവേണ്ടത്. എന്നിട്ട് ഇവൾ തന്നെ ചിന്തിക്കുകയാണ് അല്ല എനിക്കിത് കണ്ടിട്ട് എന്തിനാണ് ഞാൻ വിഷമിക്കണമെന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഈ നമ്മുടെ ഹീറോയിൻ്റെ ബോഡിയിൽ വേറൊരു പെണ്ണിൻ്റെ സോളാണല്ലോ, പക്ഷെ നമ്മുടെ ഹീറോനോട് ഇവൾക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ അവിടെ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയേണ്ടത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറയേണ്ടത് ഇവൾക്ക് എന്ത് കലക്കി തന്നിട്ടുണ്ട് ഡ്രഗ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഹീറോ ആണെങ്കിൽ പെണ്ണിനെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളെ ഹെൽപ്പ് ചെയ്തതും അതുപോലെ കുട്ടികൾക്ക് ഹോസ്പിറ്റൽ ബെഡ് അറേഞ്ച് ചെയ്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആലോചിക്കാനായിട്ട് ഇവ നല്ല രീതിയിലുള്ള കുട്ടികളെടുത്ത് ഇടപഴകിയത്. നമ്മുടെ ഹീറോയിൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്ന് നൈറ്റ് ഒരു ഇൻറ്റിമേറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. മോർണിംഗ് ടൈമിനാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എന്തായാലും ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വൈഫിനെ എത്രയും വേഗം ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ മാരേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവൾ തന്നെയാണല്ലോ വൈഫ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സംസാരിക്കുകയാണ് ക്ലോസ് ആയിട്ട്. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ കുട്ടികളുണ്ടല്ലോ അവർ 5 പേരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 5 പേരും വരുന്ന സമയത്ത് അമ്മ എന്താ ഇവിടെ അങ്കിളുടെ റൂമിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ഷെയിമാവുന്നുണ്ട് കേട്ടോ. ടിവളാണെങ്കിൽ വേഗം അവിടെ പുതപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയാണ് ഇനി മുതൽ നിങ്ങൾ എന്നെ ഡാഡി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അമ്മേനെ മാരേജ് ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് സമ്മതമാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം കുട്ടികളാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹാൻഡ്സമായ അങ്കിൾ ഞങ്ങളുടെ ഡാഡി ആവണമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് തുള്ളിച്ചാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അവർ പോയതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ സത്യം പറയണമെന്നുണ്ട് കേട്ടോ. അതായത് ഞാനാണ് നിങ്ങളുടെ വൈഫ് എന്ന്. പക്ഷേ അവളിങ്ങനെ പറയാൻ വരുന്നുണ്ട് കേട്ടോ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാണ്ടെന്ന്. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ പറയുള്ളൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് അതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്കാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയാണ് അല്ലെങ്കിൽ വേണ്ട ഞാനത് പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഫോണിലൊരു മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, കാട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ പ്ലേസ് ഉണ്ടല്ലോ അവിടേക്ക് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ മെസ്സേജ് നോക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കി കഴിഞ്ഞിട്ട് അവന് സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓക്കെ എന്ന് പറയുന്നത്. എന്നിട്ട് അവൻ ചിന്തിക്കാൻ എത്രയും വേഗം വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവളെ മാരേജ് ചെയ്യുന്നതാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറഞ്ഞപ്പോൾ തന്നെ ആ നൈറ്റ് ആണെങ്കിൽ ആ പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവളെ ഫോളോ ചെയ്ത് ഇവിടെ സിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. സിസ്റ്റർക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട് കേട്ടോ. അതായത് ആക്ച്വലി നമ്മുടെ ഹീറോയിൻ തന്നെയാണ് അവൻ്റെ വൈഫ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സിസ്റ്ററുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ. ഞാനാണ് നിങ്ങളുടെ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് പറയുന്നുണ്ട്. ഞാൻ വെയിറ്റ് കുറച്ചതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ സിസ്റ്റർക്ക് ഷോക്ക് ആവാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ തിരിയണ വശമുണ്ടല്ലോ നമ്മുടെ സിസ്റ്ററുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരിക്കും. ആ കത്തി എടുത്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ കുത്തുണ്ടാവും കേട്ടോ. ഇവള് പറയണേ എനിക്ക് മുന്നേ തന്നെ ഡൗട്ട് വന്നിരുന്നതാണ് നീയാണ് ആളെ വൈഫ് എന്ന്, അതുകൊണ്ട് നിന്നെ ഫോളോ ചെയ്ത് വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് 3-4 കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ ഒരു തൊട്ടി ഉണ്ടായിരിക്കും. ആ തൊട്ടിയിൽ വെള്ളം ഉണ്ടായിരിക്കും, അതിൽ കൊണ്ട് കെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അനങ്ങാൻ പറ്റില്ല. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോനാണെങ്കിൽ സിസ്റ്റർ കാണാണ്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നീ എന്ത് എവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സിസ്റ്റർ പറയുന്നുണ്ട് ഇല്ല ഞാൻ ജസ്റ്റ് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് ഇവളെ കണ്ടിട്ട് എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ വോയിസ് കേൾക്കുമ്പോഴല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ തൊട്ടിലാണല്ലോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇവളെ കൈ ഇങ്ങനെ ഇട്ട് കൊട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ കേൾക്കാൻ വേണ്ടി ഇവൾക്ക് സംസാരിക്കാനാണ് പറ്റാത്തത്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ശബ്ദം കേൾക്കുന്ന പ്ലേസ് ഉണ്ടല്ലോ അവിടേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അവിടെ എന്താ ശബ്ദം കേൾക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് അതൊന്നും വിശ്വാസമാവണില്ല. വീണ്ടും വീണ്ടും നമ്മുടെ ഹീറോയിന് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊട്ടൽ കൂടുതലാകുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ പറയണം അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അസിസ്റ്റൻറ്റ് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനായിരിക്കും അവിടെ കേട്ടോ തൊട്ടില്ല. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അസിസ്റ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട് എത്രയും വേഗം അവളെ രക്ഷിക്കാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിനെ. എന്നിട്ട് നമ്മുടെ അസിസ്റ്റൻ്റ് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് അവൾ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമ്മുടെ സിസ്റ്റർ ഉണ്ടല്ലോ അവളാണെങ്കിൽ ഇത് കണ്ട് പേടിക്കുന്നുണ്ട്. അവൾ വിചാരിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ പെട്ടു എന്ന് വിചാരിക്കണ്ട. കാരണം ഇനിയിപ്പോൾ ഇവളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ ഈ അസിസ്റ്റൻ്റ് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ പേടിച്ചിട്ട്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവൾക്ക് ചെറുതായിട്ട് ബോധമൊക്കെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പറയണം എത്ര വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് ആക്ച്വലി ഞാനാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയിട്ട് ഇപ്പം നീ ഒന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ആക്ച്വലി ഞാൻ തന്നെയാണ് നിങ്ങളുടെ വൈഫ് എന്ന് പറയുന്നുണ്ട് കേട്ടോ, സീന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ വെയിറ്റ് കുറച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ നടന്ന കാര്യങ്ങളൊക്കെ. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നത് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡിവോഴ്സ് ചെയ്യണോ വേണ്ടതെന്നാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ് നിങ്ങളെന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാകെ പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം ഇവനാണെങ്കിൽ വൈഫിന് തീരെ ഇഷ്ടമൊന്നുമല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയേണ്ടി ഇല്ല ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഹാപ്പിക്ക് ആവുന്നുണ്ട്. ഓൾറെഡി തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടമൊക്കെയാണല്ലോ. എന്നിട്ട് അവർ രണ്ടുപേരും ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുട്ടികളുടെ അടുത്ത് പറയാണ് ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഒറിജിനൽ ഡാഡി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മക്കളാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുട്ടികളും പറയാണ് ഹാൻഡ്സമായ അങ്കിളാണല്ലോ ഞങ്ങളുടെ ഒറിജിനൽ ഡാഡി, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞിട്ട് കുട്ടികളും സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കാരണം ഇവൻ്റെ കാലൊക്കെ റെഡിയാക്കാൻ പറ്റുമെന്നാണ് നോക്കണത്. ഇവൾക്കാണെങ്കിൽ അത്യാവശ്യം നാട്ടുവൈദ്യമൊക്കെ അറിയാമല്ലോ. എന്നിട്ട് ഇവൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഇതെന്തായാലും റെഡിയാക്കാൻ പറ്റാവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനൊരു മെഡിസിൻ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്.
ആ മെഡിസിൻ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റർ കയ്യിലായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അത് എത്രയും വേഗം ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും പഴയതുപോലെ അത് റിക്കവർ ആക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നെ ട്രസ്റ്റ് ചെയ്യണില്ലെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് പറയാണ് എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തായാലും ഇത് ഓക്കെ ആക്കുന്ന എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സിസ്റ്റർ കാണാൻ വേണ്ടി അവിടേക്ക് വരണം. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ അവളെ പേരൻസിനെ കോൾ ചെയ്തിട്ട് പറയാണ് സി തിരിച്ചു വന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പ്ലാനൊന്നും നടപ്പിലാകില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവൾക്ക് നമ്മുടെ ഹീറോനെ മാരേജ് ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പറയാണ് ഇവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ഈ സിസ്റ്ററാണ് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ സിസ്റ്ററെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവളാണെങ്കിൽ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡോറ് വന്ന് ഇങ്ങനെ കൊട്ടുണ്ടായിരിക്കുന്നുണ്ട്. നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ ഡോർ വന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് നീ എന്താ എവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സിസ്റ്റർ അടുത്ത് പറയുന്നുണ്ട് മെഡിസിൻ തരാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ ഇത് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റർ പറയുന്നുണ്ട് മെഡിസിൻ അതൊന്നും ഞാൻ നിനക്ക് തരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവളും പറയുന്നുണ്ട് ഇല്ല ഞാൻ തരില്ല, നീ ഇത് ചോദിക്കാനാണ് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പൊക്കോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നിനക്ക് മെഡിസിൻ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നാവണ്ടെന്ന് നമ്മുടെ ഈ സിസ്റ്റർ സംസാരിച്ചിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ കഥ കടക്കിനിട്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു മെഡിസിൻ കിട്ടിയാലാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ റിക്കവർ ആക്കാൻ അവൾക്ക് പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോനെ കോൾ ചെയ്തിട്ട് പറയാണ് നിങ്ങളുടെ കാലം ഓക്കെ ഉള്ള മെഡിസിൻ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പ്ലേസിലേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവള് പറഞ്ഞ പ്ലേസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ആ മെഡിസിൻ വാങ്ങാനിട്ട് ഇവളാണെങ്കിൽ ആ മെഡിസിൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ് നിങ്ങൾ എന്നെ മാരേജ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഹീറോയിനെ ഡിവോഴ്സ് ചെയ്തിട്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനും ഹീറോനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവരിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയും വന്ന് നിൽക്കുന്നതാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല കേട്ടോ നമ്മുടെ ഹീറോ. അപ്പോൾ ഈ ഹീറോ പറയുന്നുണ്ട് ശരി ഞാൻ നിന്നെ മാരേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ജസ്റ്റ് ആക്ട് ചെയ്യുന്നതാണ് അതായത് ഈ മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കണമല്ലോ അതായത് നിന്നെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇവള് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇവൾക്ക് എന്തോ പോലെ വന്നിട്ട് ഇവള് ചിന്തിക്കുകയാണെങ്കിൽ ഇയാളെന്നെ ചീറ്റ് ചെയ്യരുതെന്നാണ് ഇവള് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇയാൾക്ക് എന്നോട് ആക്ച്വലി സ്നേഹമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ പിടിച്ചൊരു തള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പെണ്ണിനെ. അതായത് മെഡിസിൻ ആണെങ്കിൽ അവൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് കുട്ടികളും അവിടേക്ക് വന്നിട്ട് കുട്ടികളെ വക കുട്ടികളും അവളെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ് നിന്നെ ഞാൻ ഒരിക്കലും മാരേജ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ റിക്കവർ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയിനെ വന്ന് വിളിക്കുകയാണ് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ കുട്ടികളും അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ വൈഫ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് കേട്ടോ. ഇവർ ഒരുപാട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ അവിടെ ഇവിടെ കാണിട്ട് അവളെ കാണില്ല. എന്നിട്ട് നമ്മുടെ കുട്ടികൾ പറയണം അമ്മ നമ്മളെ വീട്ടിൽ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ സിസ്റ്റർ ഉണ്ടല്ലോ ഹീറോയിൻ്റെ അവളാണെങ്കിൽ ഫുഡ് കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾ പറയാണ് ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങളുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഫുഡ് കഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണെങ്കിൽ ഈ പെണ്ണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോ വന്നിട്ട് കുട്ടികളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയ്ക്കാണെങ്കിൽ നിങ്ങളെ വേണ്ട നിങ്ങൾ ഇട്ടുണ്ട് പോയി ഇനി നിങ്ങൾ ഞാൻ പറയണ പോലെ കേൾക്കണം ഇനി തൊട്ട് നിങ്ങളുടെ അമ്മ ഇവളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റർ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഇവളെ മാരേജ് ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്കും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ അടുത്ത് പറയാണ് നിങ്ങൾ നല്ല രീതിയിലൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ ടൈമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികളെ നമ്മുടെ സിസ്റ്ററും അതുപോലെ ഹീറോയും കൂടി ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ നല്ല രീതിയിൽ കുട്ടികളോട് സംസാരിക്കാനുണ്ടോ അതേ മക്കളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് വിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികൾ പോയ ശേഷം നമ്മുടെ ഹീറോൻ്റെ അടുത്താണെങ്കിൽ സിസ്റ്റർ പറയാണ് ഞാൻ നല്ല രീതിയിൽ കുട്ടികളെ കെയർ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ സിസ്റ്ററിനേക്കാൾ നല്ല രീതിയിൽ കുട്ടികളെ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിൻ്റെ സ്നേഹം മനസ്സിലാകാൻ പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ ഇത്ര നാളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല സോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ മാരേജ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റർക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോനെ ജസ്റ്റ് ആക്ട് ചെയ്യണതാണ് കേട്ടോ ഇവിടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സിസ്റ്ററും അതുപോലെ ഹീറോൻ്റെ ഉണ്ടല്ലോ മാരേജ് നടക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഈ മാരേജൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ അത് അറിഞ്ഞിട്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മാരേജിൻ്റെ റിങ് എക്സ്ചേഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത് ഹീറോയും കണ്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ റിങ് ഇട്ട് കൊടുക്കില്ല. എന്നിട്ട് സിസ്റ്റർ അടുത്ത് പറയാണ് നീ ഇതുവരെ ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് ടൈം തൊട്ട് തന്നെ ഈ വൈനിൽ പൊടി കലർത്തി കൊടുത്തില്ലേ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എൻ്റെ വൈഫ് ഒരു പാവാണ് അവളെ നീ ചീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ ഒരിക്കലും ഞാൻ മാരേജ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ആക്ട് ചെയ്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്
പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ഇത് കേട്ടുമ്പോൾ ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും കൂട്ടാക്കണില്ല. അപ്പോൾ നമ്മുടെ ഹീറോയും വന്ന് ഹീറോ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ആ റിങ് എടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പറയാണ്, എത്ര കാലം എടുത്താലും നീ തന്നെയാണ് എൻ്റെ വൈഫ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണില്ല കേട്ടോ. ടീവളാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് വേഗം ഓടാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുകൊണ്ട് നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈ പെണ്ണുണ്ടല്ലോ സിസ്റ്റർ, ഇവൾ കണ്ടിട്ടാണെങ്കിൽ ഇവൾക്ക് ആകെ വിഷമാവുണ്ട് കേട്ടോ. ആകെ നാണം കിട്ടില്ല ഇവൾ. എന്നിട്ട് ഇവൾ പറയണമെങ്കിൽ നിങ്ങൾ ആരും വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു റൂമിൽ കയറി വാലടക്കണേ നമ്മുടെ ഹീറോ ആണെങ്കിൽ വാതിൽ തുറക്കാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ കണ്ടതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, എനിക്ക് അവളോട് യാതൊരു തരത്തിൽ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മരുന്ന് കിട്ടാൻ വേണ്ടി ഞാൻ അവളുടെ അടുത്തേക്ക് പോയെന്നൊക്കെ പറയുന്നുണ്ട്, പ്ലീസ് നീ എന്നെ ഒന്ന് വിശ്വസിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം, വാതിൽ തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരു തരത്തിൽ കൺവിൻസ് ആയിട്ട് വാതിൽ തുറക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ടൈമിലുണ്ടല്ലോ അപ്പുറത്തെ വാതിൽ തുറന്നിട്ട് നമ്മുടെ സിസ്റ്ററും അവളുടെ അമ്മച്ചനും വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒച്ച വെക്കാൻ പോലും പറ്റുന്നുണ്ട്, അവർ വായ പൊത്തി കൊണ്ടുപോകണത് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ വന്ന് കെട്ടിയിടാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലോ ഈ പെണ്ണും ഈ പെണ്ണിൻ്റെ പേരൻസും പറയാണ് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ നീ ഫ്ലോപ്പ് ആക്കലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഹീറോ നീ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളും ചോദിക്കുകയാണ് എന്തിനാ എന്നെ കെട്ടിടേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സിസ്റ്റർ അമ്മ വന്നിട്ട് പറയുകയാണേ നിനക്കൊരു കാര്യം അറിയാൻ ചോദിക്കുന്നത്, നിൻ്റെ അമ്മ എങ്ങനെ മരിച്ചെന്നറിയോ, ഞാൻ നിൻ്റെ അമ്മയ്ക്ക് പോയിസൺ കൊടുത്തിട്ട് അമ്മ മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിനക്ക് എങ്ങനെയാണെന്നറിയോ ഇത്ര വെയിറ്റ് വരാൻ കാരണം, നിനക്ക് വെയിറ്റ് വെക്കാനുള്ള ഓരോ പൊടികൾ കലർത്തിയിട്ടാണ് നീ വെയിറ്റ് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഈ തള്ളശ്ശിയാണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തുപോലെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയും വിചാരിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ എന്നെ ചതിക്കായിരുന്നില്ല എന്ന് പറയണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ സിസ്റ്റർ അമ്മയും പറയണം അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവള് പറയണേ എൻ്റെ അമ്മ നിങ്ങളൊരു നല്ലൊരു കൂട്ടുകാരനെ പോലെയല്ല കാണാൻ നിങ്ങൾ ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ പാടണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആ അമ്മയും പറയാണ് പിന്നെ ചീറ്റ് ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിൻ്റെ അമ്മയുടെ ഗതി തന്നെയാണ് നിനക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം എൻ്റെ മോളിരിക്കുന്ന പൊസിഷനിലാണ് നീ ഇരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്, നീയും മരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹീറോനെ എന്തായാലും മാരേജ് ചെയ്യേണ്ടായിരുന്നത് ഇവളായിരുന്നു, പക്ഷേ നീ അതിൻ്റെ ഇടയ്ക്ക് വന്നാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് നിൻ്റെ കഥ ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പെണ്ണും അതെ നീ ഇന്നത്തോട് കൂടി തീർന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ സിസ്റ്ററും. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ് കേട്ടോ. അതായത് ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, അവൾ സ്റ്റൊമക്കിലാണെങ്കിൽ കൈവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സിസ്റ്റർ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഇവളിങ്ങനെ പ്രഗ്നൻ്റ് ആണോ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൈ ഇങ്ങനെ വന്നിട്ട് പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവൾ പറയുകയാണെങ്കിൽ നീ പ്രഗ്നൻ്റ് ആണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ഡോർ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്ലീസ് വൈഫ് ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നു പറഞ്ഞു. പക്ഷേ ഇവനൊന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയി തോന്നു കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവൻ വിളിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കഥക്ക് തുറക്കലാനിട്ട് ഇവൻ പറയുകയാണ് ഇവളെന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാതെന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ സിസ്റ്ററാണെങ്കിൽ കോൾ ചെയ്തിട്ട് പറയാണ് നിങ്ങളുടെ വൈഫ് ഉണ്ടല്ലോ എൻ്റെ അടുത്തുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പോരാത്തിന് നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, എത്രയും വേഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ വിശ്വസിക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഉണ്ടല്ലോ കൈയാണെങ്കിൽ അവളിങ്ങനെ ചവിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ വോയിസ് കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണെന്നുണ്ട്. നമ്മുടെ ഹീറോ പറയുന്നത് അവളൊന്നും ചെയ്യില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ പ്ലേസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ അസിസ്റ്റൻറ്റും കൂടിയിട്ട് ആ പ്ലേസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയണത് എൻ്റെ വൈഫിനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റർ പറയുകയാണേ അതെനിക്കറിയാം ഇവൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നത്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മുട്ടുകുത്തി ക്ഷമ പറയാൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വൈഫിനെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കാൻ പോകണ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹീറോയിനും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും അറ്റാക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവനാണെങ്കിൽ ജസ്റ്റ് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റും കേൾക്കേണ്ട താമസം അസിസ്റ്റൻറ്റും മറ്റു ബോഡി ഗാർഡ്സൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഈ സിസ്റ്ററുടെ അച്ഛനമ്മ ഉണ്ടല്ലോ അവരൊക്കെ പിടിച്ചടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വേഗം നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹണി. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അത് ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും അതേന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, നീ വെറുതെ തെറ്റിദ്ധരിച്ചാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്താണ് നമ്മുടെ ഈ ഡ്രാമ എൻ്റെ ആവണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.